ഹായ് ഓൾ ഓഫ് യു. നമുക്കിന്നൊരു കണ്ണുമായി ബന്ധപ്പെട്ട ടോപ്പിക് നേത്രവൈകല്യങ്ങൾ രോഗങ്ങൾ എന്നൊരു ഭാഗം നോക്കാം. ഏതൊരു എക്സാമിനും കണ്ണുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നേത്രവൈകല്യങ്ങൾ രോഗങ്ങൾ എന്ന ഭാഗം നോക്കാം. അതിനു മുമ്പായിട്ടൊരു ചെറിയ ടോപ്പിക് കൂടി നമുക്ക് നോക്കാം. എന്താണ് ദ്വിനേത്ര ദർശനം എന്നൊരു ഭാഗം കൂടി നോക്കാം. അതായത് നമ്മൾ നോക്കി ഈ ഒരു ചിത്രം നോക്കിയേ, ഈ ഒരു ചിത്രത്തിൽ നമ്മൾ രണ്ട് കണ്ണുണ്ട് അല്ലേ. ഈ രണ്ട് കണ്ണിൽ നിന്ന് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് പ്രതിബിംബങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുക പെട്ടെന്ന് നമ്മുടെ കണ്ണിലേക്ക് തലച്ചോറിലേക്ക് കിട്ടുന്നത്. നോക്കി, ഒരേ വസ്തുവിൻ്റെ രണ്ട് ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങളാണ് നമ്മുടെ ഓരോ കണ്ണിലും പതിക്കുന്നത്. ഈ രണ്ടു ദൃശ്യങ്ങളും മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന ഫലമായി സംയോജിക്കുമ്പോഴാണ് നമുക്ക് വസ്തുവിൻ്റെ ത്രിമാന രൂപം അനുഭവപ്പെടുന്നത്. ഇതിന് പറഞ്ഞ പേരാണിത് ദ്വിനേത്ര ദർശനം. അപ്പം ഈ ഒരു കാര്യം ഓർത്തിരിക്കുക, ദ്വിനേത്ര ദർശനം എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത് നമുക്ക് നേത്ര രോഗങ്ങൾ ഏതൊക്കെ നോക്കാം. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത രോഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കി. നിശാന്തതയുണ്ട്, സീറോസ്താൽമിയ ഉണ്ട്, അതേപോലെ വർണ്ണാന്തതയുണ്ട്, അതേപോലെ ഗ്ലോക്കോമ എന്നൊരു അസുഖമുണ്ട്, തിമിരമുണ്ട്, അതേപോലെ ചെങ്കണ്ണ് എന്നൊരു അസുഖമുണ്ട്. ഇപ്പോൾ ഇത്രയുമാണ് നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് കാരണം അല്ലേ, അതെങ്ങനെ വരുന്നു, എന്തെങ്ങനെ പരിഹരിക്കാം എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തേതാണ് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയും. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്, എന്താ സംഭവം നോക്കി. അപ്പോൾ നോക്കാം നമുക്ക്. കാഴ്ചാവർണ്ണ ഘടകങ്ങളായ റെറ്റിനാൽ വിറ്റാമിൻ എയിൽ നിന്നും രൂപം കൊള്ളുന്നു. നമ്മൾ നേരത്തെ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിലുണ്ട് പഠിച്ചു. അതായത് കാഴ്ചാവർണ്ണങ്ങളിലെ പ്രധാന ഘടകം ഏതാണ്, റെറ്റിനാലാണ്. ഈ റെറ്റിനാൽ വിറ്റാമിൻ എയിൽ നിന്നാണ് ചെയ്യുന്നത് രൂപം കൊള്ളുന്നത്. ഓക്കെ, ഇനി നോക്കൂ, വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിൻ്റെ അളവ് കുറയുകയും റെഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യും. ഈ അവസ്ഥയിൽ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്നു. ഈ രോഗം നിശാന്തത എന്ന പേരിൽ അറിയപ്പെടുന്നു. PSC ഒരുപാട് തവണ ചോദിച്ചൊരു അസുഖമാണ്. എന്താണ്, വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അല്ലേ കണ്ണിനെ ബാധിക്കുന്ന അസുഖം ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്താണ്, നിശാന്തതയാണ്. അല്ലെങ്കിൽ നിശാന്തതയ്ക്ക് കാരണമായി വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചതാണ് വിറ്റാമിൻ എ ആണ് അല്ലേ. എന്താ സംഭവം നോക്കി, ഈ അവസ്ഥയിൽ നിശാന്തത വരുമ്പോൾ എന്താ സംഭവിക്കുക, മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്നു. ഇതിന് പറഞ്ഞ പേരാണെന്ത്, നിശാന്തത എന്ന കാര്യം മറന്നു പോകരുത്. അപ്പോൾ എന്ത് ചെയ്യുക, ആ വിറ്റാമിൻ എ എന്ന കാര്യവും എന്ത് ചെയ്യരുത്, വിറ്റാമിൻ എ എന്ന കാര്യവും മറക്കരുത്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ഒരു അസുഖമാണ് വിറ്റാമിൻ എയുമായി ബന്ധപ്പെട്ടൊരു അസുഖമാണ്. എന്താണ്, സീറോസ്താൽമിയ എന്ന് പറയും. ഏതാണ് സീറോസ്താൽമിയ എന്ന് വെച്ചാൽ എന്താ നോക്കി, വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവമുണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായിത്തീരുന്നു. അപ്പോൾ കോർണിയ അതാര്യമായിത്തീരുന്നു അല്ലേ, കട്ടിയുള്ളതായിത്തീരുന്നു. ആ സമയത്ത് എന്താ സംഭവിക്കുക, ഇത് സീറോസ്താൽമിയ എന്ന അവസ്ഥയിലേക്കും തുടർന്ന് അന്ധതയിലേക്കും നയിക്കുന്നു. അപ്പം എന്താ സംഭവം, വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവമുണ്ടായാൽ നേത്രാവരണവും കോർണിയയും എന്ത് ചെയ്യുന്നു, വരണ്ട് കോർണിയ അതാര്യമായിത്തീരുന്നു അല്ലേ, കട്ടി കൂടിയത് എന്ത് ചെയ്യുക, കട്ടി കൂടിയതായി മാറുന്നു. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ആദ്യം നമുക്ക് മങ്ങി കാണും, പിന്നെ എന്ത് ചെയ്യും, അത് പൂർണ്ണ അന്ധതയിലേക്ക് എന്ത് ചെയ്യും, നമ്മളെ നയിക്കും. അപ്പം ഈ ഒരു അവസ്ഥയ്ക്ക് പറഞ്ഞ പേരാണിത് സീറോസ്താൽമിയ. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യം എന്താണ്, കോർണിയ അതാര്യമായി തീരുന്ന ഒരു അസുഖം ഏതാണ്, സീറോസ്താൽമിയാണ്. ഇതിന് കാരണമായി വിറ്റാമിനും ഏതാണ്, വിറ്റാമിൻ എ എന്ന കാര്യവും എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അടുത്തൊരു ചോദ്യമുണ്ട്, വർണ്ണാന്തത. അതായത് നോക്കൂ, ചുമപ്പ്, പച്ച, നീല എന്നീ നിറങ്ങൾ തിരിച്ചറിയാനുള്ള കോൺ കോശങ്ങൾ റെറ്റിനയിലുണ്ട് അല്ലേ. അപ്പോൾ ഈ കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചിലർക്ക് ചുമപ്പും പച്ചയും നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയില്ല. ഈ അവസ്ഥയ്ക്ക് പറഞ്ഞ പേരാണിത് വർണ്ണാന്തത. വർണ്ണാന്തത എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് കാരണമായ എന്താ സംഭവം, ചുമപ്പ്, പച്ച, നീല എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് പറഞ്ഞ പേരാണിത് വർണ്ണാന്തത എന്ന് പറയും അല്ലേ. അപ്പോൾ എന്താ അതിൻ്റെ മെയിൻ കാരണം, എന്താ, കോൺ കോശങ്ങളുടെ തകരാറ് മൂലമാണ് ഈ ഒരു അവസ്ഥ വരുന്നത്. മനസ്സിലായില്ലേ. ഈ രോഗാവസ്ഥയാണ് വർണ്ണാന്തത. വർണ്ണാന്തതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് തുടങ്ങിയ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല എന്ന കാര്യവും ഒന്ന് ഓർത്തിരിക്കുക. കാരണം കറക്റ്റ് എന്ത് ചെയ്യണം, കളർ. അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, അതിൽ എഴുതിയേക്കുന്നത് എന്താണെന്ന് കാണാൻ പറ്റുമോ എന്നൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, അപ്പം നിറങ്ങൾ ചുവപ്പ്, പച്ച, നീല എന്നീ നിറങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ എന്താണ്, അടുത്ത് നോക്കിയേ,
ഗ്ലോക്കോമ എന്ന് പറയും. ഗ്ലോക്കോമ എന്ന സംഭവം കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണല്ലോ അക്വസ് ദ്രവം. അപ്പം അതൊന്ന് ഓർക്കുക, എന്താണ് കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവം ഏതാണ്? അക്വസ് ദ്രവമാണ് അല്ലേ. അപ്പം അക്വസ് ദ്രവത്തിൻ്റെ പുനരാഗീകരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു. അപ്പോൾ റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാക്കി അന്ധതയിലേക്ക് നയിക്കുന്ന ഈ രോഗം ഗ്ലോക്കോമ എന്നറിയപ്പെടുന്നു. അപ്പം ഈ അസുഖം വന്നാൽ നമുക്ക് ലേസർ ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കാവുന്നതാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അക്വസ് ദ്രവം എന്ന കാര്യം മറക്കണ്ട. എന്താണ്? കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവം ഏതാണ്? അക്വസ് ദ്രവമാണ്. മനസ്സിലായില്ലേ? അപ്പം അക്വസ് ദ്രവത്തിൻ്റെ പുനരാഗീകരണം നടക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു. അങ്ങനെയാണ് ഗ്ലോക്കോമ എന്ന അസുഖം വരുന്നതെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അടുത്ത് നോക്കൂ, തിമിരം. എന്താ തിമിരം എന്ന് പറഞ്ഞാൽ കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്ക് പറഞ്ഞ പേരാണ് തിമിരം എന്ന് പറയും. ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഇതിനുള്ളൊരു പരിഹാരം. ഓക്കെ, അപ്പോൾ തിമിരം എന്താണ്? കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നതാണ് തിമിരം. അടുത്ത് നോക്കൂ, ചെങ്കണ്ണ്. എന്താ ചെങ്കണ്ണെന്ന് പറഞ്ഞാൽ കൺജങ്ക്റ്റൈവയെ ബാധിക്കുന്ന അണുബാധയാണ് ഇതിന് കാരണം. ബാക്ടീരിയ, വൈറസ് തുടങ്ങിയവയാണ് രോഗകാരികൾ. സ്പർശനത്തിലൂടെയും മറ്റും ഈ രോഗം പടരുന്നു. ശുചിത്വം പാലിക്കുന്നതിലൂടെ ഒരു പരിധിവരെ നമുക്ക് ഈ രോഗത്തെ എന്ത് ചെയ്യാം? തടയാം. ചെങ്കണ്ണ്. ഓക്കെ, നമ്മൾ കോമണായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യമല്ലേ ചെങ്കണ്ണ് അല്ലേ. ഓക്കെ, അപ്പോൾ ശുചിത്വം പാലിക്കുന്നതിലൂടെ ഈ രോഗം നമുക്കൊരു പരിധിവരെ എന്ത് ചെയ്യാം? തടയാം എന്ന കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് കണ്ണിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട അസുഖം. അപ്പം വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.